കഴിഞ്ഞ ക്ലാസ്സിൽ റിവിഷൻ ചെയ്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചത് അഡിഷൻ റിയാക്ഷൻസ് ആണ്. സോ എന്താണ് അഡിഷൻ റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന കോമ്പൗണ്ട് ഒരു ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആണെന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിലിരിക്കുന്ന കോമ്പൗണ്ട് ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കെ അതിനകത്തേക്ക് ഒരു സാധനത്തിനെ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കലിൻ്റെ പ്രസൻസിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക? അവിടെ ഇരിക്കുന്ന രണ്ട് ബോണ്ടുകളിൽ ഒരു ബോണ്ട് ബ്രേക്ക് ആവും. ഇനി ആ ബ്രേക്കായ കാർബൺ ഉണ്ടല്ലോ, രണ്ട് കാർബൺ, അതിലേക്ക് ഒരു ഹൈഡ്രജൻ ഇവിടേക്കും ഒരു ഹൈഡ്രജൻ ഇവിടേക്കും എന്താവും? ആഡ് ആവും. ഹൈഡ്രജൻ അല്ല, എന്താണോ നമ്മളിവിടെ ആഡ് ചെയ്തേക്കുന്നത് രണ്ടെണ്ണം ഇല്ലേ, അതിൽ ഒരെണ്ണം ബ്രേക്ക് ആയതിൻ്റെ ഒരു സൈഡിലേക്കും ഒരെണ്ണം ബ്രേക്ക് ആയതിൻ്റെ മറ്റേ സൈഡിലേക്കും ആഡ് ആവും. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ കിട്ടുക? CH2 ആയിരുന്നു, ഒരു ഹൈഡ്രജനൂടെ വരുമ്പോൾ CH3. സിംഗിൾ ബോണ്ട് ബ്രേക്ക് ആയി ഡബിൾ ബോണ്ടായിട്ട് മാറി, ഡബിൾ ബോണ്ട് ബ്രേക്കായി സിംഗിൾ ബോണ്ടായിട്ട് മാറി. ഇവിടെ CH2 ആയിരുന്നു, ഒരു H കൂടെ വന്നപ്പോൾ CH3. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുക. സോ ഇനി നമ്മൾ വേറൊരു കാര്യം പറഞ്ഞത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരുന്നു. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിൽ ഒരു സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ഉണ്ടായിരിക്കെ അതിനകത്തേക്ക് ഒരു കോമ്പൗണ്ട് നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്യുവാണ്. സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിനകത്തേക്ക് ഒരു കോമ്പൗണ്ട് നമ്മൾ ആഡ് ചെയ്യുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും നടക്കുക. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഹൈഡ്രജനെ എടുത്ത് മാറ്റിയതിന് ശേഷം അതിനു പകരം മറ്റൊരു കോമ്പൗണ്ടിനെ, ഇവിടെ നമ്മൾ എന്താണോ ആഡ് ചെയ്തേക്കുന്നത് ആ കോമ്പൗണ്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ എന്താണ് റിയാക്ഷൻ നടക്കാൻ പോണേ? ഇവിടുന്ന് ഒരു H അങ്ങ് ഇറങ്ങിപ്പോകൂടാ, ഇവിടുന്ന് ഒരു H അങ്ങ് ഇറങ്ങിപ്പോ. അതെന്താ ഞാൻ ഇവിടുത്തെ H ഇറക്കി വിടാത്തത്? എൻ്റെ ഇഷ്ടമാണ് ഇവിടുന്ന് ഇറക്കി വിടണമെന്ന്. ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് ഇവിടുന്ന് ഇറക്കി വിടാനാണ്. കാരണം ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. സോ ഞാൻ ഇവിടുന്ന് ഒരു H-നെ അങ്ങ് ഇറക്കി വിടുവാണ്, പകരം ഇവിടെ ഇരിക്കുന്ന ഒരു Cl-നെ ഇങ്ങോട്ട് കയറ്റും. അപ്പോൾ എങ്ങനെ വരും? CH3ക്ക് യാതൊരു വ്യത്യാസവുമില്ല, ഞാൻ CH3 അതേപോലെ എടുത്തെഴുതി, സിംഗിൾ ബോണ്ടും അതേപോലെ എടുത്തെഴുതി. ഇനി CH3യിൽ നിന്ന് ഒരു H പോയപ്പോൾ അവിടെ എന്തായിട്ട് മാറി? CH2 ആയിട്ട് മാറി. ഇനി അവിടേക്ക് ആരാണ് ജോയിൻ ചെയ്തത്? Cl-ആണ് ജോയിൻ ചെയ്തത്. സോ CH3 CH2 Cl, ഒരു H-നെ മാറ്റി അവിടേക്ക് ഞാനൊരു Cl-നെ വെച്ചു. ഇനി ഇറങ്ങിപ്പോയ H-ഉം ഇവിടെ രണ്ട് Cl ഇല്ലേ, Cl2 അല്ലേ, ഇറങ്ങിപ്പോയ H-ഉം ബാക്കിയുള്ള ഇവിടെ നിന്ന് Cl-ഓടെ ചേർന്ന് എന്തായിട്ട് മാറി? HCl ആയിട്ട് മാറി. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും അഡിഷൻ റിയാക്ഷനും മനസ്സിലാക്കാനുള്ള ബേസിക് ക്രൈറ്റീരിയ. ഡബിൾ ബോണ്ട് കൂടെ ഒരു സാധനം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അഡിഷൻ റിയാക്ഷൻ ആയിരിക്കും. അവിടെ നമ്മൾ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ രണ്ട് ഹൈഡ്രജനെ രണ്ട് സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അല്ല ഹൈഡ്രജൻ ആണെങ്കിൽ ക്ലോറിൻ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് കൂടെ ഒരു സാധനം ആഡ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഹൈഡ്രജനെ മാറ്റി അവിടെ മറ്റേ ആറ്റത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കും. അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഓൾ. സോ ഇത് രണ്ടുമാണ് ബേസിക്കായിട്ട് നമുക്ക് പഠിക്കാനുള്ള റിയാക്ഷൻസ്. ഞാൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തരാം, ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം തന്നെ വീഡിയോ പോസ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇതാണ് ക്വസ്റ്റ്യൻ. CH3 CH2 CH3 plus Cl2 in presence of sunlight. Okay, next question. CH3 CH double bond CH2 plus Cl2 in presence of nickel. So first of all, identify which reactions is this. ഇത് ഏത് റിയാക്ഷൻ ആണ് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് വളരെ പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ, നെക്സ്റ്റ് പോസ് ചെയ്യുക, എഴുതുക. നോ ചീറ്റിംഗ്, നോ ചീറ്റിംഗ്. ഓക്കെ, സോ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോണത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ ലൈഫിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. നമ്മൾ ചുറ്റും കാണുന്ന പല കാര്യങ്ങളും ഈ റിയാക്ഷൻ കാരണം ഉണ്ടായതാണ്. റബ്ബർ, പ്ലാസ്റ്റിക്, നൂല്, ത്രെഡ്സ്, പോളിമേഴ്സ്. സോ ഇതെല്ലാം പോളിമറൈസേഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ വഴി ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. സോ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് വാട്ട് ഡു യു മീൻ ബൈ പോളിമറൈസേഷൻ. ഹെഡിങ് കൊടുത്തോ, വാട്ട് ഡു യു മീൻ ബൈ പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ ആണ് ഹെഡിങ്. പോളിമറൈസേഷനെ പറ്റി പറയുമ്പോൾ പോളിമറൈസേഷൻ രണ്ട് ടൈപ്പാണുള്ളത്. പോളിമറൈസേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. അഡിഷൻ പോളിമറും ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ പോളിമറും ഉണ്ട്. അഡിഷൻ പോളിമറും ഉണ്ട്, കണ്ടൻസേഷൻ പോളിമറും ഉണ്ട്. സോ പോളിമറൈസേഷൻ രണ്ട് ടൈപ്പാണ്. അഡിഷൻ പോളിമറും
കണ്ടൻസേഷൻ പോളിമറും. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് എന്താണ് അഡിഷൻ പോളിമർ എന്നുള്ള കാര്യമാണ്. സോ വളരെ സിമ്പിളാണ്. അഡിഷൻ പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിമർ വിച്ച് ഈസ് ഫോംഡ് ബൈ കണ്ടിന്യൂസ് അഡിഷൻ ഓഫ് മോളിക്യൂൾസ്. കുറേ മോളിക്യൂൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഡിഷൻ റിയാക്ഷൻ നടത്തിയിട്ട് കിട്ടുന്ന പോളിമറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡിഷൻ പോളിമർ എന്ന് വിളിക്കുക. സോ അതിനൊക്കെ മുമ്പേ എന്താണ് ഒരു പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡു യു മീൻ ബൈ പോളിമർ? നമ്മൾ 8ാം ക്ലാസ്സിൽ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താണ് പോളിമർ എന്ന്. ഞാൻ ഒന്ന് ക്ലിയർ ആക്കി തരാം. എന്താണ് പോളിമർ? വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലൊരു മുത്തുമാല ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ദർ ഇസ് എ മുത്തുമാല. Okay, so we know that this മുത്തുമാല is formed by so many മുത്ത്, അല്ലേ? ഒരുപാട് മുത്തുകൾ കൂടി ചേർന്നിട്ടാണ് ഈ മുത്തുമാല എന്ന് പറഞ്ഞ സാധനം ഉണ്ടായത്. നിങ്ങളുടെ കയ്യിൽ ഒരു മുത്ത് മാത്രമേ ഉള്ളെങ്കിൽ അതിനൊരു രസം ഉണ്ടാവില്ല. ഒരുപാട് മുത്തുകൾ കൂടി ചേരുമ്പോഴാണ് ദാറ്റ് വിൽ ബി എ ഫുൾ സ്ട്രക്ചർ, ഒരു മുത്തുമാല ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരുപാട് സാധനങ്ങൾ കൂടി ചേർന്നുണ്ടായ ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ പോളിമർ എന്ന് വിളിക്കുക. ഇനി സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു മുത്ത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിലൊരു മുത്ത് മാത്രമേ ഉള്ളൂ. ഒരു മുത്ത് മാത്രമേ ഉള്ളെങ്കിൽ അത് മാലയാവും. നൂലെന്ന് പറഞ്ഞാൽ അതിനെ ബന്ധിപ്പിക്കാൻ വേണ്ടി ഇടുന്ന സാധനമാണ്. ഒരു മുത്ത് മാത്രമേ ഉള്ളെങ്കിൽ അതൊരു മാലയാവോ? ഇല്ല. ഒരു മുത്ത് മാത്രം ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. കുറേ മുത്തുകൾ വേണം, അതിനെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യണം. എന്നാലാണ് നമുക്ക് മുത്തുമാല ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പോളിമർ ഉണ്ടാവുക. ഇതിനകത്തെ ഒരു കഷ്ണത്തിനെ വിളിക്കുന്ന പേരാണ് മോണോമർ. ഒരു കഷ്ണത്തിന് വിളിക്കുന്നവരാണ് മോണോമർ. ഈ മോണോമറുകൾ കൂടിച്ചേരുമ്പോൾ, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് പോളിമർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു മുത്ത് മാത്രം ഉണ്ടെങ്കിൽ, ഒരു മോണോമർ മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം നടക്കില്ല. ഒരുപാട് മോണോമറുകൾ, ഒരുപാട് മുത്തുകൾ ഇങ്ങനെ കൂടിച്ചേർന്നിട്ട് നമ്മൾ അതിനെ പരസ്പരം കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു മുത്തുമാല അഥവാ ഒരു പോളിമർ കിട്ടുന്നത്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഒരു മുത്തുമാല അഥവാ ഒരു പോളിമർ കിട്ടുന്നത് എപ്പോഴാണ്? ഒരുപാട് മുത്തുകൾ കണക്ട് ചെയ്യുമ്പോൾ. നമ്മുടെ കയ്യിലൊരു മോണോമർ ഉണ്ടാവും. ഇതിനകത്തിരിക്കുന്ന ഒരു മുത്തിനെയാണ് നമ്മൾ അതിൻ്റെ മോണോമർ എന്ന് വിളിക്കുക. ഈ മോണോമറുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. മോണോമറുകളെ ഒരുപാടെണ്ണത്തിനെ കളക്ട് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പോളിമർ. വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ തോർത്ത് ഉണ്ടാവുമല്ലോ. നിങ്ങൾ തോർത്തൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ കുറേ നൂലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടായിരിക്കും ഈ തോർത്ത് ഉണ്ടാക്കിയിരിക്കുക. നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ഒരു നൂലേ ഉള്ളെന്ന് വിചാരിക്കാം. ഇത് പോളിമർ. ഇതിനെന്താ വിളിക്കുക? പോളിമർ. ഒരുപാട് നൂലുകൾ ചേർത്തുണ്ടാകുന്ന സാധനമാണ് തോർത്ത്. ആ തോർത്തിനെ എന്താ വിളിക്കുക? പോളിമർ. ഇനി ആ തോർത്തിൻ്റെ ഒരു നൂല് മാത്രമേ നിങ്ങളുടെ കയ്യിലെന്ന് വിചാരിക്കുക. പിന്നെ അതുകൊണ്ട് ഉപയോഗമുണ്ടോ? തോർത്താക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. സോ നമുക്ക് മോണോമറുകൾ വേണം, ഒരുപാട് മോണോമറുകളെ ചേർത്തുണ്ടാക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോളിമർ എന്ന് വിളിക്കുക. ഇത്ര നേരം നമ്മൾ നമ്മുടെ തിങ്സിൻ്റെ കോണ്ടെക്സ്റ്റിൽ കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ ചുറ്റും കാണുന്ന സാധനങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കെമിസ്ട്രിയുടെ ഭാഷയിൽ മോണോമർ എന്താണെന്ന് പറയാം. ഒരു ആറ്റം കാണൂടാ. സപ്പോസ് ദർ ഇസ് ആൻ ആറ്റം. ഒരു ആറ്റം ഉണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, ഈ ഒരു ആറ്റം ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ എൻ്റെ കയ്യിലൊരു n നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ, തോനെ ആറ്റംസ്. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരുപാട് ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരുപാട് ആറ്റംസുകളെ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഒരു ബോണ്ട് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യുകയാണ്. എൻ്റെ ഇരിക്കുന്ന ഒരാറ്റത്തിനെ ഞാൻ എന്ത് വിളിക്കും? മോണോമർ എന്ന് വിളിക്കും. അതേമാതിരി ഈ ഒരാറ്റത്ത് മാതിരി ഒരുപാട് ആറ്റങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആറ്റങ്ങളെ ഞാൻ എന്ത് ചെയ്യുവാണ്? കണക്ട് ചെയ്ത് പോവാണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ, ഇങ്ങനെ ഒരുപാട് ആറ്റങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് പോളിമർ. നമ്മളെ ചുറ്റും കാണുന്ന റബ്ബർ, പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളെല്ലാം പോളിമേഴ്സാണ്. എന്താണ് അതിനർത്ഥം? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോളിമറുകൾക്കകത്ത് ഒരു മോണോമർ എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ടാവും. ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസോ ഒരു മോളിക്യൂളോ ഉണ്ടാവും. ഈ ഒരു റബ്ബറിൻ്റെ മോണോമർ മോളിക്യൂൾ ഇങ്ങനെ കൂടിച്ചേരുമ്പോഴാണ് നമ്മൾ കാണുന്ന രീതിയിൽ ഒരു വലിയ റബ്ബറായിട്ട് മാറുന്നത്. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മോണോമറുകൾ കൂട്ടിച്ചേർത്ത് വെക്കുന്ന സാധനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോളിമർ എന്ന് വിളിക്കുക. ഒരു ചെറിയ മോളിക്യൂൾ ഉണ്ടാവും. ആ ചെറിയ മോളിക്യൂളുകളുടെ ഒരു
ഒരു കൂട്ടം ചെറിയ മോളിക്യൂൾ ഉണ്ടാവും. ആ ഒരു കൂട്ടം ചെറിയ മോളിക്യൂളെ പരസ്പരം കണക്ട് ചെയ്ത് വെക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോളിമർ എന്ന് വിളിക്കുക. അതാണ് നമ്മൾ പോളിമറൈസേഷനിൽ പറയാനുള്ള കാര്യം. അപ്പോൾ പോളിമർ എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോണോമർ ഉണ്ടാവും. ആ മോണോമറുടെ ഒരു കൂട്ടത്തിനെ നമ്മൾ എന്ത് ജോയിൻ ചെയ്ത് വലിയൊരു യൂസ്ഫുൾ മോളിക്യൂളായിട്ട് മാറ്റുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് പോളിമർ എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയൊരു ക്യാമറ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത അഡിഷൻ പോളിമർ എന്താണ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം.